ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാം. ഇജ്റാഅത്തു അസ്സഫരി എന്ന് പറഞ്ഞാൽ യാത്രയുടെ നടപടിക്രമങ്ങൾ. ഇജ്റാഅത്ത് എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളാണ്, ഇസ്മാണ്, അത് ബഹുവചനാണ്. നടപടിക്രമങ്ങൾ. അസ്സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പോൾ ഇത് മുദാഫിലിയാണ്. അപ്പോൾ അത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഇജ്റാഅത്തു സഫരി, യാത്രയുടെ നടപടിക്രമങ്ങൾ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പഠിച്ചാണല്ലോ, മുദാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇജ്റാഅത്താണ് മുദാഫ്. അസ്സഫരി മുദാഫിലെയാണ്, അതെപ്പോഴും മജ്റൂറായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ യുടേന്ന് വരും. അപ്പോൾ യാത്രയുടെ നടപടിക്രമങ്ങൾ. തസ്കിറത്തുൻ ഇസ്മാണ്, ടിക്കറ്റ്. ജവാസു സഫരി, പാസ്പോർട്ട്. ഇത് മുദാഫിലിയാണ്. ജവാസ് മുദാഫ്, അസഫരി മുദാഫിലി മജ്റൂർ. പോർട്ടിൻ്റെ പാസ്, അപ്പോൾ അത് നമ്മൾ പാസ്പോർട്ട് എന്ന് പറയും. ഉസ്ബൂൻ ആഴ്ച, ഇസ്മാണ്. ത്വായിറത്തുൻ വിമാനം, ഇസ്മാണ്. ഹജസ അൽ ഫീലുൽ മാദി, അവൻ ബുക്ക് ചെയ്തു. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ്? ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നത്. യഹ്ജിസു, അവൻ ബുക്ക് ചെയ്യും. അൽ ഫീലുൽ മുലാരിയാണ്. അപ്പോൾ അവൻ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ അവൻ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ ഫീലുൽ മുലാരി എന്ന് പറഞ്ഞാൽ ഹാലും വരാം, വർത്തമാനകാലവും വരാം, മുസ്തഖ്ബലും വരാം, ഫ്യൂച്ചറും വരാം, ഭാവി കാലവും വരാം. അപ്പോൾ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ അവനിപ്പം ബുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അവൻ ബുക്ക് ചെയ്യുന്നു. മുസ്തഖ്ബൽ, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അവന് ബുക്ക് ചെയ്യും ഇൻഷാ അല്ലാഹ്. സഫർ ഇസ്മാണ്, യാത്ര. തസല്ലമ അൽ ഫീലുൽ മാദിയാണ്. അപ്പോൾ സംഭവം നടന്ന് കഴിഞ്ഞു, അവൻ കൈപ്പറ്റി. യതസല്ലമു, വീണ്ടും ഹാല് വർത്തമാനകാലമാകാം, ഭാവി കാലമാകാം. അപ്പോൾ അവൻ കൈപ്പറ്റുന്നു, അതായത് സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കും ഇൻഷാ അല്ലാഹ്, അവൻ കൈപ്പറ്റും. ഇസ്തിഖ്റാജ് മസ്തറാണ്, ഇസ്മാണ്, പുറത്തെടുക്കൽ. അക്മല അൽ ഫീലുൽ മാദിയാണ്, അവൻ പൂർത്തിയാക്കി. യുക്മിലു അൽ ഫീലുൽ മുലാരിയാണ്. അപ്പോൾ ഹാലും വരാം, അവൻ പൂർത്തിയാക്കുന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു വർത്തമാനകാലത്തിൽ, അല്ലെങ്കിൽ ഭാവിയിൽ അവൻ പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ മസ്തറാണ് ഇക്മാൽ, പൂർത്തിയാക്കൽ. ഇജ്റാഅത്തുൻ, നടപടി ക്രമങ്ങൾ. തഅ്ശീറത്തുൻ, അപ്പോൾ ഇജ്റാഅത്തുനും ഇസ്മാണ്. തഅ്ശീറത്തുൻ വിസ, വിസ ഇസ്മാണ്. ഖുറൂജ് മസ്തറാണ്, ഇസ്മാണ്, പുറപ്പെടൽ. ദുഖൂൽ, പ്രവേശനം, മസ്തറാണ്. ഇസ്തിലാം, സ്വീകരിക്കൽ, മസ്തറാണ്. തസാക്കിറു, ടിക്കറ്റുകൾ. നേരത്തെ പറഞ്ഞ തസ്കിറത്തുൻ്റെ ബഹുവചനാണ് തസാക്കിറു, അപ്പോൾ ഇസ്മാണ്. അപ്പോൾ അന്തുമ നമുക്കറിയാം ദമീറാണ്, നിങ്ങൾ രണ്ടുപേരെന്ന് പറയാം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടു പേർക്ക് അറബിയിൽ അന്തുമ നമ്മൾ പഠിച്ചതാണ്. അന്തും പുരുഷനോട് പറയുന്നതാണ്, നിങ്ങളെല്ലാവരും. അതായത് രണ്ടിൽ കൂടുതൽ പുരുഷന്മാരുണ്ടെങ്കിൽ അന്തും, രണ്ട് പുരുഷന്മാരോ രണ്ട് സ്ത്രീകളോ ഉണ്ടെങ്കിൽ അന്തുമ. രണ്ടിൽ കൂടുതൽ പുരുഷന്മാരാണെങ്കിൽ അന്തും, രണ്ടിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ അന്തുന്ന. നിങ്ങൾ, നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ വരുമ്പോൾ. പിന്നെ അവർ വരുമ്പോഴോ ഹുമ. അപ്പോൾ രണ്ട് പുരുഷന്മാരോ രണ്ട് സ്ത്രീകളോ രണ്ട് പേർക്കും ഹുമ. പക്ഷെ കുറേ പേരുണ്ടെങ്കിൽ പുരുഷനും സ്ത്രീയും വ്യത്യാസം വരും. നിങ്ങൾ എന്ന് പറയുന്നത് വ്യത്യാസം വന്നതുപോലെ തന്നെ കുറേ പേരുണ്ടെങ്കിൽ, അപ്പോൾ അവർ കുറേ പുരുഷന്മാരാണെങ്കിൽ അത് രണ്ടിൽ കൂടുതൽ പുരുഷന്മാരാണെങ്കിൽ ഹും, രണ്ടിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഹുന്ന. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദമീറാണ്, അതിൻ്റെ ബഹുവചനം ദമായിർ. അപ്പോൾ ഇതൊക്കെ ദമായറുകളാണ്. ഇസ്തഖ്റജ വീണ്ടും
അൽ ഫീലുൽ മാദി, അവൻ പുറത്തെടുത്തു. അപ്പോൾ സംഭവം നടന്നു കഴിഞ്ഞു, ഭൂതകാല ക്രിയ. അതിൻ്റെ മുതാരിയാണ് യസ്തഖ്റിജു. അപ്പോൾ വർത്തമാനകാലം ആകാം, അവൻ പുറത്തെടുക്കുന്നു, അതായത് സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അവൻ പുറത്തെടുക്കും, മുസ്തഖ്ബൽ. അൽ ആന നമ്മൾ പഠിച്ചതാണ് ദർഫ്. അപ്പോൾ എല്ലാ ദർഫും ഇസ്മാണ്. അപ്പോൾ അൽ ആന ഇപ്പോൾ, ഇപ്പോൾ എന്ന് പറയാം. താലീം ഇസ്മാണ്, മസ്തറാണ്, വിദ്യാഭ്യാസം. ലാ നമുക്കറിയാം ഹർഫു നഫി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് അർത്ഥങ്ങൾ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ നമുക്ക് ഇതിലെ ഫീലുകളുടെ സർഫുകളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.